ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വ്ളോഗൊക്കെ ചെയ്തിട്ട് ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് നമ്മുടെ കാസർഗോഡ് മാലിക് ദീനാർ മക്കാമുക്കും അതുപോലെ തന്നെ ഉള്ളാൾ മക്കാമുക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു 3 മണിക്കാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. 3:30 ആകുമ്പോൾ നമ്മൾ ട്രെയിന് വരും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നേ. പിന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തിയതിന് ശേഷം കേട്ടോ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതൊന്നും എടുത്തിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തിയതിന് ശേഷം കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ട്രെയിനൊക്കെ വന്നിട്ട് ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ട്രെയിന് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ പോയിട്ട് കണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും നേരൊക്കെ ഒരു വിധമൊക്കെ വെളുത്തിട്ടുണ്ട്. പിന്നെ കണ്ണൂരൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ണൂർ എത്തിയപ്പോഴാണ് ഒരുപാട് ആളുകൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുവരെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നേ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഓരോ ഏരിയയിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ മഴ ഇല്ലേനു കേട്ടോ. പക്ഷേ നമ്മൾ മംഗലാപുരം എത്തുന്നത് വരെ എല്ലാ സ്ഥലത്തും നന്നായിട്ട് തന്നെ മഴക്കാറൊക്കെ ഉണ്ടായിട്ട് മൂടി കെട്ടിയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ക്ലൈമറ്റിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ പ്രത്യേക ഒരു രസമായിരുന്നു കേട്ടോ. പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ കാസർഗോഡൊക്കെ എത്തിയപ്പം അടുത്തടുത്തായിട്ട് ഒരുപാട് പുഴകളുണ്ട് കേട്ടോ. ആ പുഴകൾ തന്നെ നല്ല വലിപ്പമുള്ള പരന്ന് കിടക്കുന്ന ഓരോ പുഴകളായിരുന്നു കേട്ടോ. കടലും പുഴയും നിൽക്കുന്ന സ്ഥലങ്ങളാണ് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാസർഗോഡ് പിന്നെ അതുപോലെ മംഗലാപുരമൊക്കെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് നമ്മുടെ ഉള്ളാൾ മക്ബറേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ട്രെയിന് ലാസ്റ്റായിട്ട് മംഗലാപുരം വരെ പോകും. ചെന്നൈയിൽ നിന്ന് വരുന്ന ട്രെയിനാണ് കേട്ടോ. അപ്പോൾ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിന് നിർത്തും. പിന്നെ അവിടുന്ന് നമുക്ക് ബസ്സിനാട്ടോ പോകാനുള്ളത്. ഇപ്പോൾ നമ്മൾ പോയിട്ട് കാസർഗോഡൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കാസർഗോഡ് പകുതിയൊക്കെ എത്തിയപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ ഒരു കാഴ്ച. നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൂട്ടായി ബീച്ച് പോലെ തന്നെ വരിക്ക് മറ്റേ കാറ്റാടി മരങ്ങൾ പോലത്തെ ഓരോ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. അപ്പോൾ ആ ഒരു ഓർമ്മ കേട്ടോ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു മരങ്ങളൊക്കെ ഇങ്ങനെ വരിക്ക് കണ്ടപ്പം. പിന്നെ ഇതൊക്കെ ഒരു ബീച്ച് ഏരിയയാണ് കേട്ടോ. ബീച്ച് ഏരിയയിലൂടെ കേട്ടോ നമ്മൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ നോനുമോളെയും അതുപോലെ തന്നെ സിനിമകളൊക്കെ ട്രെയിനിൻ്റെ വിൻഡോൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ സിനുവിനെ അവിടെ ഇരുത്തിയിട്ട് അങ്ങനെ വീഡിയോസ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നൂനുവിനെ എടുക്കാനായിട്ട്. അപ്പോൾ നൂന് നന്നായിട്ട് തന്നെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ തല നമ്മുടെ ട്രെയിനിൻ്റെ വിൻഡോ മുകളിൽ ചാരി വെച്ചിട്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ല രസമായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ മാംഗ്ലൂർ എത്താറായപ്പോഴാണ് കേട്ടോ ഈ ഒരു പുഴയും അതുപോലെ തന്നെ ഈ ഒരു ബ്രിഡ്ജൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ദാ ഒരു 5:30 മണിക്കൂറത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിവിടെ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ അപ്പുറത്തേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബസ് കയറാൻ വേണ്ടിയിട്ട് ഉള്ളാളത്തേക്ക് പോകാൻ നമുക്ക് ബസ് കയറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടെ പോയിട്ട് പിന്നെയും റെയിൽമേ അങ്ങോട്ടേക്ക് കടക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ബസ്സിന് വെയിറ്റ് ചെയ്യുകയാണ്. ഉള്ളാളത്തേക്ക് പോണ ബസ്സാട്ടോ. ഉള്ളാൾ ആ ഒരു സ്ഥലത്തേക്കൂടെയൊക്കെ പോകുന്ന ബസ്സാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയിട്ട് ഉള്ളാളത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ മാംഗ്ലൂർ എത്തിയപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു ഏരിയകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ചെന്നൈയിലൊക്കെ പോയ പോലത്തെ ഫീലാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാനൊക്കെ. അങ്ങനെ ഞങ്ങൾ ഉള്ളാളി എന്ന സ്ഥലത്ത് ബസ്സൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഉള്ളിലോട്ട് കുറച്ചൊന്ന് നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളാൾ മക്കാമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാട്ടോ നമ്മുടെ മക്കാമ്. അപ്പോൾ ഞങ്ങൾ മക്കാമിലെത്തിയ ഉടനെ തന്നെ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ട് എല്ലാവരും ടയേർഡായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലപോലെ വിശപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീനിൽ പോയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണം അവിടെ വെച്ചിട്ട് ഞങ്ങളങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മക്കാമിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ പെണ്ണുങ്ങൾക്ക് കയറാനുള്ള ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ കൂടെ കേട്ടോ ആണുങ്ങളൊക്കെ മക്കാമിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ ഞങ്ങളിതാ പെണ്ണുങ്ങൾ ആ ഏരിയ കൂടെയൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ പെണ്ണുങ്ങളൊക്കെ ഈ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ നമ്മുടെ ഉള്ളാളം തങ്ങളുടെ മക്ബറൊക്കെ നോക്കുന്നത്. അപ്പോൾ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു മക്ബറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നേരെ താഴെയാണ് നമ്മുടെ ഉള്ളാളം തങ്ങൾ മറവിട്ട് കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് കറാമത്തുകളുള്ള തങ്ങളായിരുന്നു കേട്ടോ ഉള്ളാളം തങ്ങൾ. ഏകദേശം ഒരു 500 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ തങ്ങൾ ഉള്ളാളി എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നത്. അതന്നെ മദീനയിൽ നിന്നും കടലിലൂടെ മുസ്ലിം വിരിച്ചിട്ടാണ് കേട്ടോ തങ്ങൾ ഉള്ളാളി എന്ന സ്ഥലത്ത് എത്തിയത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ നമ്മുടെ തങ്ങളെ പറ്റി. അങ്ങനെ തങ്ങളുടെ മക്ബറൊക്കെ നമ്മൾ കണ്ടിട്ട് അവിടുന്ന് യാസീനൊക്കെ ഓതി ദുആക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ മാലിക് ദീനാർ മക്കാമിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാലിക് ദീനാർ മക്കാമും 1500 വർഷം പഴക്കമുള്ള പള്ളിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കവാടമാണ് കേട്ടോ. അത് വലിയൊരു കവാടം തന്നെ ഫസ്റ്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടും ഒരു കവാടം ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കവാടം കടന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ട് കുറച്ചധികം തന്നെ അങ്ങോട്ട് നടക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടും കുറച്ചും കൂടെ ഒന്ന് നടക്കാനുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ വേഗം തന്നെ പോയിട്ട് ഒലുവൊക്കെ എടുത്തു കേട്ടോ. ഒലുവൊക്കെ എടുത്ത് നിസ്കരിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ മക്കാമിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ എന്താ ഞങ്ങൾ ലോഹറൊക്കെ നിസ്കരിച്ചിട്ട് നമ്മുടെ മക്കാമിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടേക്ക് വന്നപ്പോഴും. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഉച്ച ഒരു 2:30 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഈ ഒരു ഏരിയ കൂടെ കേട്ടോ ആണുങ്ങളൊക്കെ കയറി പോകുന്നത്. അപ്പോൾ നമ്മളിതാ പെണ്ണുങ്ങൾ പോകുന്ന ബാക്കിൽ കൂടെ ഇതാ പോയിട്ടുണ്ട്. അപ്പോൾ ഈ മാലിക് ദീനാർ മക്കാമൊക്കെ കടലിൻ്റെ അടുത്തായിട്ടാട്ടോ വരുന്നത്. അപ്പോൾ ആ മതിലിൻ്റെ അപ്പുറത്തൊക്കെ കടലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ മക്കാമിൻ്റെ ഉള്ളിലേക്കൊക്കെ വേഗം തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കുട്ടി വാതിൽ തുറക്കാനും അടയ്ക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ മക്കാമിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഉസ്താദ് നല്ല പോലെ ദുആ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആ ദുആയിലൊക്കെ പങ്കെടുത്തിട്ട് പിന്നെ അവിടുന്ന് യാസീനും ഒക്കെ ഓതിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പള്ളിയാണ് കേട്ടോ 1400 വർഷം പഴക്കമുള്ളത്. അപ്പോൾ അതാ ഇത് പണ്ട് കാലത്തെ മരങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ പുറത്തേന്നൊക്കെ നോക്കിയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ ഉൾവശമൊക്കെ. അപ്പോൾ പെണ്ണുങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഞാനിതാ പുറത്തൊക്കെ നിന്നിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആണുങ്ങൾക്ക് മാത്രമേ കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളിതാ തിരിച്ചു പോകുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ നമ്മുടെ മാലിക് ദീനാർ മക്കാമിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഹോട്ടൽ. അവിടെ കയറിയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ അടുത്തതായിട്ട് വന്നത് ബേക്കൽ ബീച്ചിലേക്കാണ് കേട്ടോ. ഇതൊക്കെ അവിടെ അടുത്തടുത്തായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ എന്താ ബേക്കൽ ബീച്ചിൽ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ ബേക്കൽ കോട്ടയ്ക്കാട്ടോ വന്നിട്ടുള്ളത്. അപ്പോഴേക്കും ടൈം 6 മണി ആയിട്ടുണ്ടായിരുന്നേ. 6 മണി ആയാലും അവിടെ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ ആളുകൾ. അപ്പോൾ അതാ അവിടെ ക്ലോസ് ചെയ്തപ്പോൾ ആളുകളൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും വന്നതല്ലേ വിചാരിച്ചിട്ട് ഇതാ നമ്മുടെ കോട്ടൻ്റെ ആ കയറുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. അവിടെയൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകാൻ കേട്ടോ. ഇപ്പം തന്നെ വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.